ഓം ആഴമേറും നിൻമഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ആത്മസ്വരൂപരെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം ജീവിതത്തെ പുതുക്കിക്കൊണ്ടിരിക്കണം. മനുഷ്യർ ജീവിക്കുന്നത് ജാതിക്കും ലോകത്തിൽ സുഖത്തിനും വേണ്ടിയാണോ, അതോ ഇതെല്ലാം മനുഷ്യന് വേണ്ടിയോ? മനുഷ്യർ കെട്ടുപോയാൽ ലോകത്തിൽ സുഖമുണ്ടായിട്ട് എന്ത് പ്രയോജനം? പ്രിയരെ, വൈക്കം സത്യാഗ്രഹം നടന്ന അവസരത്തിൽ ഒരു ഭക്തനുമായി നടന്ന സംഭാഷണത്തിനിടയിൽ ഗുരുദേവൻ പറഞ്ഞത്, പ്രഭാതം വരുന്നത് ഒരു സുഗന്ധവുമായിട്ടാണ്. ആ സുഗന്ധം കൊണ്ട് പ്രഭാതത്തിന് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് കരുതാമോ? കരുതേണ്ടതില്ല. എന്തെന്നാൽ പ്രഭാതത്തിന്റെ കയ്യിൽ ആ സുഗന്ധത്തെ കൊടുത്തുവിടുന്നത് ഈ ജഗത്തിന്റെ നാഥയായ ജനനിയാണ്. അത് മനുഷ്യനുൾപ്പെടെയുള്ള സർവ്വവിധ ജീവജാലങ്ങൾക്കും വേണ്ടിയാണ്. മിഴി തുറന്നു ചിരിമറക്കാതെ നിൽക്കുന്ന പൂക്കൾ തേനും സൗരഭ്യവും നിറച്ചു വെച്ചിരിക്കുന്നതും മറ്റുള്ളവരുടെ പ്രയോജനത്തിനു വേണ്ടിയാണ്. ആ തേൻ നുകരുവാനും സുഗന്ധം ആസ്വദിക്കുവാനും എത്തേണ്ടവർ എത്താതിരുന്നാൽ ആ പൂവിന്റെ ജന്മത്തിന് സാഫല്യമുണ്ടാകുമോ? ഉണ്ടാവില്ലെന്ന് വേണം കരുതുവാൻ. ഇപ്രകാരം ജഗത് ജനനിയായ പ്രകൃതീശ്വരി കോടാനുകോടി സുഗന്ധങ്ങളും വർണ്ണങ്ങളും രൂപങ്ങളും രുചികളും തേനുകളും തുടങ്ങി എല്ലാ വിഭവങ്ങളും ഒരുക്കി നമുക്ക് തന്നിരിക്കുകയാണ്. എന്നിട്ടും മനുഷ്യന് മാത്രം തീർത്താൽ തീരാത്ത ആർത്തിയും പരാതിയും പരിഭവവുമാണ്. അവൻ തന്റെ ജീവിതത്തിന്റെ മധുവിനെ കണ്ടെത്താതെ കണ്ടതിനെയെല്ലാം മധുവാക്കി തീർക്കുവാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വാസനാമയത്തിന്റെ ബലത്തിൽ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളുമെല്ലാം അടിമപ്പെട്ട് നൈമിഷികമായ സുഖത്തിൽ രമിച്ച് മനുഷ്യൻ അവന്റെ ജീവിതത്തെ തന്നെ കെടുത്തിക്കളയുന്നു. ഈ പ്രകൃതി മുഴുവൻ ജീവരാശികളുടെയും സുഖത്തിനായി നിലകൊണ്ടിട്ടും ആ സുഖവനത്തിലെത്തുവാൻ അധികം പേർക്കും കഴിയാതിരിക്കുന്നതിന് കാരണം ഇതാണ്. അതിനാൽ കെടാത്ത ഒരു കൈത്തിരിയും നിലക്കാത്ത ഒരു സുഗന്ധവും കൊണ്ട് എപ്പോഴും ജീവിതത്തെ പുതുക്കിക്കൊണ്ടേയിരിക്കണം. സ്നേഹപൂർവ്വം, രഞ്ജൻ, കയനാടത്ത്.